ഹലോ ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ കേൾക്കുന്ന ഒരു കൺഫ്യൂഷനാണ് ജോബ് വർക്കും അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്ക്, ഓൺ ബ്രാൻഡ് മാനുഫാക്ചറിംഗ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഇതിൽ ബിഗിനേഴ്സിന് ഏറ്റവും അനുയോജ്യമായ മോഡൽ ഏതാണ്, തുടങ്ങാൻ ഏറ്റവും നല്ലത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ മാനുഫാക്ചറിംഗിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾ, നമുക്ക് പല ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് വേറെ ബിസിനസ് ഒന്നും ചെയ്ത് പരിചയമില്ല. ഫസ്റ്റ് ആയിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആൾ പ്രത്യേകിച്ചാണെങ്കിൽ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുമോ, നമ്മൾ ഓൺ മാനുഫാക്ചറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെയുള്ള കൺഫ്യൂഷനും പേടിയും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികം ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ജോബ് വർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്ക് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, മെഷീനറീസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ സെല് ചെയ്യുന്ന കമ്പനികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെടുക. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ മാർക്കറ്റ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ പ്രൊഡ്യൂസ് ആവശ്യമുള്ള ഡിമാൻഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവർ പുറത്തേക്ക് എന്ത് കൊടുക്കും, അവർ പറയുന്ന മിക്സിൽ അവരുടെ ക്വാണ്ടിറ്റി, അവരുടെ പാക്കിങ്ങിൽ നമ്മളോട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും. അതിനാണ് ആ വർക്കിന് പറയുന്ന പേരാണ് ജോബ് വർക്ക്, കോൺട്രാക്ട് വർക്ക്. ഈ മാനുഫാക്ചർ ചെയ്യുന്ന ആളുടെ പേരോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ പറയുന്ന പ്രോഡക്റ്റിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓൺ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ റിസ്ക്കാണ്. നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ലൈസൻസിങ്, അതിൽ റോ മെറ്റീരിയൽ, ലേബർ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, മാർക്കറ്റിംഗും സെയിൽസും എല്ലാം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ബിഗിനേഴ്സിന് ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റാർട്ടിങ്ങിൽ ജോബ് വർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്ക് എടുത്ത് നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ പാരലലി സ്ലോലി കുറച്ച് കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഓൺ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ലോലി എന്ത് ചെയ്യാം, അതിലേക്ക് മാറാൻ വേണ്ടി ഇവിടുത്തെ വലിയ കമ്പനികൾ, വൻകിട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തവരാണ് പല കമ്പനികളും. എസ്പെഷ്യലി നമ്മൾ സ്ഥിരം കാണുന്ന സോപ്പ് മാനുഫാക്ചറാണ് ക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇന്ദുലേഖ, ചന്ദ്രിക, അങ്ങനെ പല ബ്രാൻഡുകളിലെയും ജോബ് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അവർ എന്ത് ചെയ്താണ്, അവർക്ക് ഓൺ സെറ്റപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വന്തം മാനുഫാക്ചറിംഗ് ബ്രാൻഡിലേക്ക് അവർ വന്നതാണ്. ഓക്കെ, സോ ഇതുപോലെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഇതുപോലെ ആശയങ്ങൾക്കായി നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് മാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ മാനുഫാക്ചറിംഗ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ കൺസൾട്ടൻസി, അതുപോലെ തന്നെ കോച്ചിങ്, ഗൈഡൻസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോക്ക് താഴെ 1-to-1 പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ 1-to-1 കമൻറ്റ് ചെയ്യാവുന്നതാണ്.